അങ്ങ് കൈരളിയുടെ റിപ്പോർട്ടറല്ലേ? അല്ല അത് അങ്ങ് കൈരളിയുടെ റിപ്പോർട്ടറല്ലേ? ഞാൻ കേട്ട കാര്യമല്ലേ. അങ്ങ് കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കോടതിയിൽ എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആ ജഡ്ജി തന്നെ പറയുന്നത് അങ്ങ് കേട്ടതല്ലേ? കൈരളിയുടെ റിപ്പോർട്ടർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് കയ്യിൽ വെച്ചാൽ മതി. കൈരളിയുടെ റിപ്പോർട്ടർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് കയ്യിൽ വെച്ചാൽ മതി. തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതിന് ഞങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും, ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ഇടപഴകിയിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നത് കൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയോട് വലിയ ആദരവും ബഹുമാനവും വെച്ചു പുലർത്തുന്ന ഓരോ പൗരൻ്റെയും പ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും തുറന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയുകയാണ്, ഇത് നിരാശാജനകമായ ഒരു വിധി ഉണ്ടാകുമ്പോഴും ഈ നിയമ പോരാട്ടം ഏതറ്റം വരെയും തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും, അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങളും തയ്യാറാണ്. അതിന് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട്, കേരളത്തിലെ പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്നത്തെ വിധിയിൽ കടുത്ത നിരാശയും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. പക്ഷേ ഇത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. അപ്പോൾ ഏത് വകുപ്പ് ചുമത്തണമെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു അവകാശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 3 വർഷത്തോളമായി നടക്കുന്ന ഒരു നിയമ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി അവസാനത്തെ ഒരു മാസം UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നു തുടങ്ങിയത് തന്നെ. അതിനു മുമ്പ് പോലീസ് അന്നത്തെ ADGPയുടെ നേതൃത്വത്തിൽ നടത്തിയ കൃത്രിമവും അത്തരത്തിലുള്ള വസ്തുതകൾ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിലാണ്. ഇത് ജാമ്യം നൽകുന്നത് കൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നിയമപരമായി മുമ്പോട്ട് പോകുവാനാണ്. ഇതിൻ്റെ അവസാനം എത്ര സമയമെടുത്തിട്ടാണെങ്കിലും, എത്രയൊക്കെ യാതനകൾ ഇതിൻ്റെ പിന്നിൽ സഹിക്കേണ്ടി വന്നാലും അവസാന നിമിഷം വരെയും പോരാടി നീതി നേടുന്നത് വരെ പോരാടാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. ഇതിനെ ഞങ്ങൾ കാണുന്നത് ഒരു താൽക്കാലികമായ ഒരു രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. അപ്പോൾ ഈ കോടതിയുടെ ഒരു സ്വഭാവം അത് ഇന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലെ പല കാര്യങ്ങളും പഠിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് പറയുന്നതിൽ പല പരിമിതികളുമുണ്ട്. പക്ഷേ അജയ് അത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോടതിയുടെ മുൻ ഇടപെടലുകൾ നമ്മളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പശ്ചാത്തലമൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അവസാനമല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഞാൻ ഉന്നയിച്ച ഒരു വാദം എന്താണെന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് സംശയം? എന്താണ് സംശയം? ഒരിക്കലുമില്ല. SIT സത്യസന്ധമായും യുക്തമായ രീതിയിലുമാണ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയത്. SITയുടെ ഇടപെടലിൽ യാതൊരു വീഴ്ചയും ഉള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. മറിച്ച് വീഴ്ച ഉണ്ടായത് എവിടെയാണെന്ന് ഈ കോടതിയുടെ നടപടിക്രമങ്ങൾക്കിടയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ പ്രോസിക്യൂഷൻ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം, LDF സർക്കാരിൻ്റെ കാലത്തുള്ള സംവിധാനമാണ് ഈ സമയത്തും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മാറ്റങ്ങൾ വരുത്താനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ അതൊരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ തന്നെ ആക്ഷേപം ഉന്നയിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീതിയുക്തമായ അന്വേഷണം നടക്കണം. അത് എല്ലാ തലങ്ങളിലും അതുണ്ടാവണം. ഭരണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഒരു ഇടപെടൽ ഇതിലൊന്നും ഉണ്ടാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് കോടതി ചോദിച്ചൊരു കാര്യമുണ്ട് വളരെ കൃത്യമായിട്ട്, 1 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു മുറിവാണ് തലയ്ക്കുള്ളത്. ഇതെങ്ങനെ വധശ്രമം നിൽക്കുമെന്ന് കോടതി അവിടെ ചോദിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്.
അപ്പൊ അതിനാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പൊ പൂർവ്വ വൈരാഗ്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അപ്പം ഇതൊക്കെ തന്നെ നിങ്ങളുടെ വക്കീലൊന്നും മറുപടി പറയാൻ നിൽക്കുന്ന നമ്മളിവിടെ കണ്ടതാണ്. അങ്ങ് കൈരളിയുടെ റിപ്പോർട്ടറല്ലേ? അല്ല അത് അങ്ങ് കൈരളിയുടെ റിപ്പോർട്ടറല്ലേ? കേട്ട കാര്യമല്ലേ? അങ്ങ് കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ. ഈ ദൃശ്യങ്ങൾ കോടതിയിൽ എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആ ജഡ്ജി തന്നെ പറയുന്നത് അങ്ങ് കേട്ടതല്ലേ? ആ തോമസിന്റെ തലയിൽ അടി കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് തന്നെ പറഞ്ഞതല്ലേ? കേരളം മുഴുവൻ കണ്ടതല്ലേ? ഒരു സെന്റിമീറ്റർ ലോകം മുഴുവൻ കണ്ടതല്ലേ? കൈരളിയുടെ റിപ്പോർട്ടർക്ക് മാത്രമല്ലേ അങ്ങനെ ഒരു സംശയമുള്ളൂ? ഒരു സെന്റിമീറ്റർ കൈരളിയുടെ റിപ്പോർട്ടർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് കയ്യിൽ വെച്ചാൽ മതി. കൈരളിയുടെ റിപ്പോർട്ടർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് കയ്യിൽ വെച്ചാൽ മതി. കോടതി പറഞ്ഞത് ഒരു സെന്റിമീറ്റർ നമ്മളത് കണ്ടതല്ലേ? കോടതിയിൽ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ എന്താണ് ചോദിച്ചത്? ഇങ്ങനെ ഒരു അക്രമം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ പലതും പറയാനുണ്ട്. പക്ഷേ നീതിന്യായ വ്യവസ്ഥയെ വളരെ ആദരവോടെ കാണേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നതിൽ ഒരു പരിമിതിയുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് വെച്ചിട്ടാണ് കോടതി അത് ചോദിച്ചത്. ഒരു സെന്റിമീറ്റർ മുറിവല്ലേ ഉള്ളൂ, അതങ്ങനെ വധശ്രമമാകുമെന്ന് കോടതി ചോദിച്ച വളരെ കൃത്യം. അപ്പോ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുറത്തിറങ്ങി ആരുടെയും തലക്കടിച്ചാൽ മുറിവിന്റെ ആഴത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അത് വധശ്രമമായില്ലല്ലോ അല്ലേ? അതിന് അടി കൊള്ളണമെന്ന് തലയിൽ കൊള്ളണമെന്ന് പോലും നിർബന്ധമില്ലല്ലോ. 308 സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 308 സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലയിൽ മുറിവ് ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ലല്ലോ. കോടതി ചോദിച്ചു എവിടെയാണ് അടി കൊണ്ടാന്നാണ് ചോദിക്കുന്നത്. അത് കോടതിക്ക് കാണാൻ സാധിച്ചില്ല. 20 വട്ടം 30 വട്ടം അവർ വീഡിയോ റീപ്ലൈ ചെയ്യേണ്ടി വന്നു. ചേട്ടാ, നമ്മൾ അടി കൊണ്ട് ചോരയുമായിട്ടല്ല ആ സമരത്തിനെത്തിയത്. അതാണ് അതിനുള്ള മറുപടി. തീർച്ചയായും വിശദമായ വാദം കേട്ട വിശദമായ ഓർഡർ വായിച്ച ശേഷം എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുന്നത്, നിയമപരമായി എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുന്നത്, ആ നടപടികളായി മുമ്പോട്ട് പോകും. തീർച്ചയായും നേരത്തെ തോമസ് സൂചിപ്പിച്ചു, ചില കാര്യങ്ങളിൽ ഔചിത്യം ഉണ്ടാവണം. ചില കാര്യങ്ങളിൽ, അതായത് ആരാണ് ചില നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അതിക്രമമായി പോകുമെന്നുള്ളതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് പറയുന്നത്. നമ്മളൊരു ചില കേസുകളിൽ വിധി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു ജഡ്ജി ചില കേസുകളിൽ വിധി പറയേണ്ടി വരുമ്പോൾ ചില കേസുകൾ മാറ്റാറുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ആ കേസിലെ പെൻഡ്രൈവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ എന്തുകൊണ്ട് അന്ന് മുമ്പിൽ വന്നത് ജഡ്ജി ആ കേസ് ഞാൻ കേൾക്കാൻ തയ്യാറല്ല, അത് മാറ്റണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യം എന്താണ്? അത്രയേ ഉള്ളൂ എനിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട്. ഈ വിഷയത്തിൽ അവരുടെ പശ്ചാത്തലം, നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പശ്ചാത്തലം എന്താണെന്നും അവരെ വളരെ ബഹുമാനത്തോടെ കാണുന്നു. ഒരിക്കലും അവർ അനീതിയായി ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ ഓർഡർ ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം വിശദമായി നമ്മൾ സംസാരിക്കുന്നതാണ്. അല്ല, ഇതില് അജയ് പറഞ്ഞതിന്റെ ഒരു പ്രധാന കാര്യം, ഇതിൽ അല്പമൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുകൊണ്ട്, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരായതുകൊണ്ടും ഒരു ജനപ്രതിനിധി കൂടി ആയതുകൊണ്ടും കുറച്ചുകൂടിയൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും തുറന്നു പറയാത്തത്. നമുക്കിതിന് മുമ്പ് പരിഗണിച്ച പല കേസുകളുടെയും ഒക്കെ ഒരു പശ്ചാത്തലവും ഇപ്പോൾ കഴിഞ്ഞ 5-6 ദിവസമായി കോടതിയിൽ നടന്ന വാദങ്ങളും അതിൽ ജഡ്ജിയുടെ ഇടപെടലും ഒക്കെ ശ്രദ്ധിച്ചവർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നാണ് പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു അവസാനമല്ല. ഇത് ഈ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിഷേധിക്കുന്നവരുടെ ആ അവകാശം, സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ്. അതിന് തുടക്കത്തിൽ ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നേരിടുന്നതാണ്. ഇത്രയും അന്യായങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങളിത് തുടർന്നു പോവുകയാണ്. അവസാനം നീതി കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി ഇന്നു മുതൽ വീണ്ടും മുമ്പോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.